സിജു, നീതിയുടെ പൊൻകിരണം തഴുകിയില്ലല്ലോ. നീതിയുടെ പൊൻകിരണം ശരിയാണെങ്കിൽ നീതിയുടെ പൊൻകിരണം സ്വാഭാവികമായിട്ട് തഴുകിയനായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞ മാത്യു കുഴൽനാടനെ തഴുകിയില്ല. അതെ, അതാ പറഞ്ഞത്. മാത്യു കുഴൽനാടന് പോയത് ഒരു ഇദ്ദേഹം ആദ്യം ഈ വാർത്ത വരുമ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഒരു അഭിഭാഷകൻ ഒരു കോടതിയിൽ ഒരു ആരോപണമായി എങ്ങനെ ചെല്ലുന്നു, ഒരു തെളിവില്ലാതെ ഒരു ആരോപണമായിട്ട് എങ്ങനെ ചെല്ലുന്നു എന്നുള്ളതാണ്. ഇവിടെ സംഭവിച്ചത് എന്താ? മാത്യു കുഴൽനാടൻ ഒരു ആരോപണം ചെല്ലുന്നു, കോടതിയിൽ വിവിധ വാദമുഖങ്ങളിൽ ചോദിക്കുന്നു എവിടെ തെളിവ് എവിടെയെന്ന് ചോദിക്കുന്നു. മാത്യു കുഴൽനാടൻ പറഞ്ഞ് തെളിവുണ്ട്, അടുത്ത ആഴ്ച കൊണ്ടുവരുന്നു. അവസാനമായി കേസുമായി ബന്ധപ്പെട്ട് വാദം നടക്കുന്ന ഈ 3-ാം തീയതിയാണ്. 3-ാം തീയതി ചോദിച്ചു തെളിവിടെ, തെളിവ് എൻ്റെ കയ്യിലുണ്ട്, തെളിവ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഒരു തെളിവുമില്ലാതെ കുറച്ച് മാധ്യമങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് മുഖ്യമന്ത്രിക്കെതിരെയും മകൾക്കെതിരെയും കണ്ണടച്ച് ആരോപണം ഉന്നയിക്കുക. കണ്ണടച്ച്, അതാണ്. അതൊന്ന് ഒരുപക്ഷെ എനിക്ക് AK ബാലൻ പറഞ്ഞൊരു കാര്യം അതിനകത്ത് ഓർമ്മ വരുന്നത്. ഒരു നൈതികതയും ഇല്ലാത്ത, രാഷ്ട്രീയ നൈതികത എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർക്കാരും വേണം. ഒരു നൈതികതയും ഇല്ലാത്ത നടത്തിയ ഒരു ആരോപണമാണെന്ന് ഇവിടെ പൊളിഞ്ഞു വീണത്. ആ നീതിയുടെ പൊൻകിരണം എന്ന് ഒരു പക്ഷേ പറയുന്നത് നമുക്ക് എല്ലാവരും ഇതൊരു പരിഹാസ വാക്കാണ് കേട്ടോ. അല്ലേ, നീതിയുടെ പൊൻകിരണം എന്ന് പറയുന്നത് നീതി. സിജു പറഞ്ഞല്ലേ, നീതിയുടെ പൊൻകിരണം എന്ന ശരിയായ അർത്ഥത്തിൽ പറയുമ്പോൾ വിധിയിലൂടെ അത് പ്രതിഫലിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. അതിൽ വേറെ കുറേ ഫാക്ട്സ് ഉണ്ട്, നമ്മൾ പരിശോധിച്ച് പോകേണ്ടതായിട്ടുള്ള, പ്രേക്ഷകർ അറിയേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതേ വിഷയം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ മുമ്പാകെ വന്നു, കോട്ടയം വിജിലൻസ് കോടതിയുടെ മുമ്പാകെ വന്നു, ഇപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ മുമ്പാകെ. ഈ കോടതികളിലെല്ലാം തള്ളപ്പെട്ടതാണ്. അത് പല രൂപത്തിൽ, അതായത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്നത് പോലെ പല ലേബലിലാക്കി ഒക്കെ കൊണ്ടുവന്നതാണ്. പക്ഷേ അതെല്ലാം തള്ളപ്പെടുന്ന ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത്.